ഇതെന്താണെന്നറിയോ? ഇതാണ് വാഴക്കൊമ്പിൻ്റെ തോരൻ. ഇങ്ങനത്തെ വാഴക്കൊമ്പ് കാണാത്തവരായിട്ട് ആരും ഉണ്ടാവില്ലല്ലേ? വാഴയുള്ള എല്ലാ വീട്ടിലും ഉണ്ടായിരിക്കും. ഇതായിട്ട് എങ്ങനെ തോരൻ വെക്കണമെന്ന് കാണിക്കാം കേട്ടോ. ഇതിനായിട്ട് നമ്മൾ വാഴക്കൊമ്പിൻ്റെ ഈ പോള നല്ലോണം എടുത്തിട്ട് പോള ഓരോന്ന് ഒഴിവാക്കി വൃത്തിയാക്കി എടുക്കണം. എന്താ ഇങ്ങനെ നല്ല ഉള്ളു വെള്ളയായി കാണും. അതുവരെ നമ്മൾ അതിൻ്റെ പോള പൊളിച്ച് കളഞ്ഞ് വൃത്തിയാക്കണം. ഞാൻ ഇതിൻ്റെ മേലത്തെ ഒരു പോളയും കൂടി എടുക്കുന്നുണ്ട് കേട്ടോ. അത് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇങ്ങനെ വെള്ള കളർ കാണുന്ന വരെ നമ്മൾ വൃത്തിയാക്കി എടുക്കണം. പിന്നെ കാബേജ് നമ്മൾ കൊത്തിയരിയില്ലേ, അതേപോലെ ഇത് കൊത്തിയരിയണം. വൃത്തിയിൽ കാബേജ് കൊത്തിയരിയണം അതേപോലെ. ഇത് അത്യാവശ്യം കറയുള്ളൊരു സാധനം കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ കത്തിയുടെ മുകളിലും നുറുക്കണ പലകയുടെ മുകളിലൊക്കെ ഉണ്ടായിരിക്കും അതിൻ്റെ കറുപ്പ് കളറിൽ. ഇത് പാത്രത്തിലേക്ക് അതിൻ്റെ കറ പോകാൻ എന്താ ചെയ്യുക വെച്ചാൽ, ഞാൻ എന്താ ചെയ്തിരിക്കുന്നത് വെച്ചാൽ, കുറച്ച് വെളിച്ചെണ്ണ, ചെറിയൊരു സ്പൂണ് വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ചിട്ട് നല്ലോണം തിരുമ്പി പിടിപ്പിക്കുക. നല്ലോണം ഈ വാഴക്കൂമ്പ് അരിഞ്ഞതിൽ നല്ല തിരുമ്പി പിടിപ്പിക്കുക. അപ്പോൾ നമ്മൾ കഴിയുമ്പം തന്നെ നമ്മുടെ കൈയിൻ്റെ മുകളിൽ തന്നെ അത് ഒട്ടൽ പോയി കിട്ടും. കുറച്ച് കൈയിൻ്റെ മുകളിലും ആക്കിയിട്ട് നല്ലോണം അത് തിരുമ്പി പിടിപ്പിക്കണം. പിന്നെ നമ്മൾ കഴുകി കളയുമ്പോൾ അതിൻ്റെ കറ പോയി കിട്ടും. അല്ലെങ്കിൽ ഒക്കെപ്പാടെ അങ്ങനെ ഒട്ടി ഒരു അനുഭവം ഉണ്ടാവുക. ഇതേപോലെ കൈയിൻ്റെ മുകളിലും കൂടി ആക്കിയിട്ട് നല്ലോണം അത് തിരുമ്പി വയ്ക്കുക. അങ്ങനെ ഒരു 5 മിനിറ്റ് ഇരിക്കട്ടെ കേട്ടോ. അപ്പോഴേക്കും നമുക്ക് അതിലേക്ക് എന്താ തോരൻ വയ്ക്കാൻ ആവശ്യമെന്ന് വെച്ചാൽ ഉള്ളി മുളകൊക്കെ റെഡിയാക്കി എടുക്കാം. 5 മിനിറ്റ് അത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. ഞാൻ വലിയ ഉള്ളി എടുത്തിരിക്കണം കേട്ടോ. ചെറിയ ഉള്ളി എടുത്താൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും. ചെറിയ ഉള്ളിയാണെങ്കിൽ ഒരു 10ഓളം ഉള്ളി എടുക്കണം. ഞാൻ വലിയ ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിരിക്കുന്ന ഒരു ചുവന്ന മുളക് കേട്ടോ. ചുവന്ന മുളക് ഇഷ്ടമുള്ളവർക്ക് പച്ചമുളക് എടുക്കാം, പക്ഷേ ചുവന്ന മുളകാണ് അതിൻ്റെ ടേസ്റ്റ്. ഞാൻ ഒരു മുളക് മാത്രം എടുക്കാൻ കാരണം എന്താ വെച്ചാൽ, കുറച്ച് കുരുമുളക് പൊടി അവസാനം ഇടാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ശരിക്കും അതിൻ്റെ ടേസ്റ്റ് കിട്ടും. കറിവേപ്പിൻ്റെ ഇലയും കൂടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് വെള്ളം ഒഴിച്ച് കഴുകി എടുക്കാനാണ്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നമ്മൾ നല്ലോണം വെള്ളം ഒഴിച്ചിട്ട് 1-2 പ്രാവശ്യം കഴുകി കളയാം. കഴുകിയിട്ട് നമ്മൾ ഒരു അരിപ്പയിലോ അല്ലെങ്കിൽ നമ്മളെ ചോറ് ഊറ്റുന്ന പാത്രമില്ലേ, അങ്ങനത്തെ പാത്രത്തിൽ ഊറ്റി വെക്കണം. കുറച്ച് നേരം, ഒരു 5 മിനിറ്റ് ഊറ്റി വെക്കണം. തീരെ വെള്ളം ഇരിക്കാൻ പാടില്ല. വെള്ളം മുഴുവനും വാർന്നു പോകണം. വെള്ളം ഇരുന്ന് കഴിഞ്ഞാൽ ഉപ്പേരി വെക്കുമ്പോൾ പിന്നെ അതിന് വെള്ളം അങ്ങനെ വന്നുകൊണ്ടിരിക്കും വേവുമ്പോൾ. അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഊറ്റി വെക്കുന്നത്. പിന്നെ സാധാരണ തോരൻ വെക്കുന്ന പോലെ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചു, എണ്ണ ഒഴിച്ചു, കടുക് ഇട്ടു. കടുക് പൊട്ടുമ്പോൾ നമ്മൾ ചുവന്ന മുളക് ആദ്യം ഇടണം കേട്ടോ. ചുവന്ന മുളക് ഇട്ടണം. ഫ്ലെയിം കുറച്ച് വെക്കണം ഗ്യാസിൻ്റെ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ചുവന്ന മുളക് ഇട്ടിട്ട് അപ്പം തന്നെ ഉള്ളി ഇടണം. പിന്നെ അതിലേക്ക് വേണ്ട കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. കറിവേപ്പിലയും ചേർത്തിട്ട് കുറച്ച് ഉപ്പ്, ഈ ഉള്ളി വാടാൻ വേണ്ട ഉപ്പ് ആദ്യം ചേർത്തി കൊടുത്താൽ മതി. പിന്നെ ചെറുതായിട്ട് ഉള്ളി ഒന്ന് വാടിയതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുക. വല്ലാണ്ട് മൂക്കേണ്ട ആവശ്യമില്ല. ഒരു പകുതി മൂത്ത് കഴിഞ്ഞാൽ ഊറ്റി വെച്ചിരിക്കുന്ന ആ വാഴക്കൂമ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇത് ചേർത്തി കഴിഞ്ഞ് മിക്സ് ചെയ്യുമ്പോൾ അതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കണം കേട്ടോ. ആദ്യം കുറച്ച് ഉപ്പേ ചേർത്തിട്ടുള്ളൂ, ബാക്കി ഉപ്പും കൂടിയും ഇതിലേക്ക് വേണ്ടത് ഇപ്പം ചേർത്തി കൊടുക്കണം. ഞാൻ ഇത് അടച്ച് വെച്ചിട്ടുണ്ട്. ഒക്കെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് അടച്ച് വെച്ചിട്ടുണ്ട്. ഇത് അടച്ച് വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ശരിക്കും അധികം വേവൊന്നുമില്ല, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അങ്ങനെ നല്ലോണം മിക്സ് ചെയ്ത് ഇങ്ങനെ തട്ടിപ്പൊഴിച്ച് വെച്ച് സിമ്മ് കുറച്ച് വെച്ചാൽ മതി ഗ്യാസിൻ്റെ. കൂട്ടി വെക്കരുത്, കൂട്ടി വെച്ചാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഞാനൊന്ന് അടച്ച് വെച്ചിട്ടുണ്ട്. നിർബന്ധമില്ല അടച്ച് വെക്കണമെന്ന്. ഇതാ പകുതി വേവായിട്ടുണ്ട് ഇപ്പം തന്നെ കണ്ടോ. നല്ലോണം ഇളക്കി കൊടുക്കുക. പകുതി വേവായിട്ടുണ്ട്. ഒന്നും കൂടിയും ആയിക്കഴിഞ്ഞാൽ ആവും. അപ്പോഴേക്ക് വേഗം അതിലേക്ക് ഇടാനുള്ള തേങ്ങ റെഡിയാക്കി എടുക്കട്ടെ. തേങ്ങ ചിരകി എടുക്കട്ടെ. തേങ്ങ ഇഷ്ടമില്ലാത്തവർക്കാണെങ്കിൽ പിന്നെ ഇതിൽ കോഴിമുട്ട പൊട്ടിച്ച് പാരാട്ടോ. വെന്ത് കഴിയുമ്പോൾ നമ്മൾ കുരുമുളക് പൊടിയും കൂടിയും ചേർക്കുമ്പോൾ വേണമെങ്കിൽ ഒരു കോഴിമുട്ട പൊട്ടിച്ചിട്ട് അതിലേക്ക് കൊത്തിപ്പൊരിച്ചിട്ട് ഇതിൻ്റെ കൂടെ ഇതേപോലെ ഇളക്കിയാൽ മിക്സ് ആക്കിയാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇഷ്ടമുള്ളവർക്ക് മാത്രം കേട്ടോ. അല്ല അപ്പോൾ പിന്നെ തേങ്ങയുടെ ആവശ്യമില്ല. കോഴിമുട്ട ഇട്ട് വെച്ചാൽ പിന്നെ തേങ്ങ ഇടണ്ട. ഞാൻ ഇവിടെ തേങ്ങ ചേർക്കണം കേട്ടോ. കുറച്ച് ഉപ്പിൻ്റെ കമ്മി തോന്നിയപ്പോൾ കുറച്ച് ഉപ്പും കൂടിയും ചേർത്തു. പിന്നെ വെന്ത് കഴിഞ്ഞാൽ കുറച്ച് കുരുമുളക് പൊടിയും കൂടിയും ചേർക്കണം. അതൊക്കെ അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ. ചിലവർക്ക് കുരുമുളകിൻ്റെ കുത്ത് അധികം ഇഷ്ടാവില്ല, അപ്പോൾ കുറഞ്ഞ അളവിൽ ചേർത്തിയാൽ മതി. കുരുമുളക് എന്തായാലും ചേർക്കണം, അത് ഒഴിവാക്കാൻ പറ്റാത്തതാണ്. കുരുമുളക് ചേർത്താലാണ് അതിൻ്റെ ശരിയായ ടേസ്റ്റ് കിട്ടുള്ളൂ. കുറച്ച് ആവശ്യമുള്ളവർക്ക് കുറച്ച് ചേർത്താൽ മതി.
തേങ്ങ അതുപോലെ തന്നെ ചിലർക്ക് തോരനിൽ കുറേ തേങ്ങ ഇഷ്ടമായിരിക്കും, ചിലവർക്ക് കുറഞ്ഞ തേങ്ങ ഇഷ്ടമുള്ളൂ. അതൊക്കെ അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ. ഞാൻ ഇപ്പോൾ അത്യാവശ്യം തേങ്ങ ചേർത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഇവിടെ തോരൻ റെഡി ആയിട്ടോ. ഇനി നല്ലോണം തേങ്ങയും കൂടി ഒന്ന് ചൂടാവണ വരെ നല്ല മിക്സ് ചെയ്ത് കൊടുക്കുക. ഒന്ന് തേങ്ങ ചൂടായി കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതാ തോരൻ റെഡിയായി. ഇത് ചെറുപയറിട്ട് വെക്കാം, തോരൻ്റെ ഈ വാഴക്കൊമ്പിൻ്റെ കൂടെ ചെറുപയറിട്ട് വെക്കാം, പരിപ്പിട്ട് വെക്കാം. ഇനി വേറെ ഒരു ദിവസം കിട്ടുമ്പോൾ ചെറുപയറിട്ട് വെച്ചത് കാണിക്കാം കേട്ടോ. എങ്ങനെയുണ്ട് തോരൻ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.